കവിതാരാമത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവം ജീവിതത്തിൽ നമുക്ക് നൽകിയ അനേകം നന്മകളും അനുഗ്രഹങ്ങളും എപ്രകാരമാണ് നാം ഉപയോഗിച്ചിട്ടുള്ളത്, എത്രമാത്രം അവയെ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ദൈവത്തിനു മുന്നിൽ ഒരിക്കൽ നാം നമ്മുടെ ജീവിതത്തിനെക്കുറിച്ചുള്ള കണക്കുകൾ ബോധിപ്പിക്കുവാനുള്ളവരാണ് എന്ന ബോധ്യത്തിലാണോ നാം ജീവിക്കുന്നത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും കടന്നു വരാറുണ്ട്. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളും നന്മകളും എപ്രകാരമാണ് നാം നമ്മുടെ ജീവിതത്തിൽ വിനിയോഗിക്കേണ്ടത് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്ന കവിയാണ് ശ്രീ P.K. ഗീവർഗീസ്. ചെറുതും വലുതുമായി നിരവധി മനോഹരമായ കവിതകൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. മദ്യം മഹാവിപത്ത്. മഹാനായ ശലോമോൻ രാജാവ്, ലോകമറിയുന്നതായ സോളമൻ രാജാവ്, മഹാജ്ഞാനി, അദ്ദേഹം തൻ്റെ സുഭാഷിതങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന വിഷയമാണ് മദ്യം മഹാവിപത്താണെന്ന്. ബൈബിളിലെ സദൃശവാക്യങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നും അതിലെ ചില വാക്യങ്ങൾ കവിതാരൂപത്തിലാക്കിയതാണ് ഇവിടെ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. മദ്യം മഹാവിപത്ത്. മദ്യം മഹാവിപത്താണെന്നറിയാതെ മദ്യത്തിൽ മുങ്ങിക്കഴിയുവോരേ. മദ്യം മഹാവിപത്താണെന്നറിഞ്ഞിട്ടും മദ്യത്തിൽ മുങ്ങിക്കുഴയുന്നുവോ. മദ്യം കുടിപ്പവർ ആ മഹാസർപ്പത്തിൻ ദംശനമേറ്റു മരിക്കുമെന്ന് മാനവരിൽ മഹാജ്ഞാനി ശലോമോനും ജ്ഞാനവചനങ്ങൾ ചൊല്ലിയിട്ടില്ലേ. ആർക്കാണു സങ്കടം, ആർക്കുണ്ടു വേദന, ആരുടെ കൺകൾ ചുവന്നിരിപ്പു, ആർക്കു മുറിവുകൾ, ആർക്കാണു കഷ്ടങ്ങൾ, മദ്യം തേടിയോടുന്നോർക്കല്ലയോ. ആർക്കാവലാദികൾ, ആരോ കലഹിപ്പു, ആർക്കാണ് അനാവശ്യ മുറിവുകൾ, വീഞ്ഞു കുടിച്ചു നേരം വൈകിക്കുന്നോർക്കും മദ്യരുചി നോക്കാൻ പോകുന്നോർക്കും. വീഞ്ഞു ചുവന്നു പാത്രേ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നോക്കല്ലേ. ഒടുവിലതു നിന്നെ സർപ്പം പോൽ ദംശിക്കും, അണലിക്കു തുല്യം അതു കൊത്തുമേ. അവരടിച്ചെന്നെ എനിക്കൊട്ടും നൊന്തില്ല, അവരെന്നെ തല്ലി അറിഞ്ഞുമില്ല. ഉണരുമ്പോൾ അതുതന്നെ തേടും ഞാൻ എന്നല്ലോ മദ്യപന്മാർ ജൽപ്പനം ചെയ്യുന്നു. വീഞ്ഞു കുടിപ്പ് ദരജർക്കു നന്നല്ല, മദ്യാസക്തി പ്രഭുക്കൾക്കരുത്. നിയമം മറന്നിട്ടു ന്യായം മറിച്ചരിഷ്ടന്മാർക്കു നീതി നിഷേധിച്ചേക്കാം. നേരിൻ്റെ പുത്രരെ, നേർച്ചയിൻ മക്കളെ, നാശത്തിൻ പാതേ ചരിക്കരുത്. വീഞ്ഞു കുടിപ്പവർ കൂട്ടത്തിലോ മാംസഭോജന പ്രിയരോടും കൂടല്ലേ. വീഞ്ഞു പരിഹാസി, മദ്യം നാശകാരി, ജ്ഞാനിയാകില്ലതിൽ ചാഞ്ചാടുന്നോർ. മദ്യം കുടിച്ചു മയങ്ങിയെന്നാൽ പിന്നെ തേടിയേക്കാം പരസ്ത്രീഭവനം. വീഞ്ഞു പരിഹാസി, മദ്യം നാശകാരി, ജ്ഞാനിയാകില്ലതിൽ ചാഞ്ചാടുന്നോർ. മദ്യം കുടിച്ചു മയങ്ങിയെന്നാൽ പിന്നെ തേടിയേക്കാം പരസ്ത്രീഭവനം. യേശുവും ശിഷ്യന്മാരും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു, അവരെ കൂടെ കൊണ്ടു നടന്നു, പല കാര്യങ്ങളും പഠിപ്പിച്ചു. അവൻ പഠിപ്പിച്ചത് വേണ്ടതുപോലെ ശിഷ്യന്മാർ പഠിച്ചില്ല. എന്നാൽ തൻ്റെ പഠിപ്പിക്കൽ ഇന്നും ലോകത്തിൽ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് യേശുവും ശിഷ്യന്മാരും എന്ന ഈ കവിതയിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. യേശു തൻ്റെ ശിഷ്യരായി 12 പേരെ ചേർത്തുകൊണ്ടു കൂടിയിരിക്കാൻ പ്രസംഗിക്കാൻ അയച്ചിടാനും
ഭൂതങ്ങൾ മേലധികാരം ഉണ്ടാകുവാൻ നാനാവ്യാധിക്കധീനരെ വിടുവിച്ചു രക്ഷിച്ചിടാനും അയച്ച പിതാവിനിഷ്ടം നിവർത്തിച്ചു ദൈവപുത്രൻ ഉയർത്തി താൻ മാനവരെ ഉന്നതരാക്കി. വൻക്രിയകൾ അനവധി കണ്ണിറയെ കണ്ടു ശിഷ്യർ വൻകരുണാമൂർത്തിമാനെ തൊട്ടു നടന്നു. വിളിച്ചവൻ ഇഷ്ടം നന്നായി അറിയാതിരുന്ന ശിഷ്യർ വലിയവൻ തങ്ങളിൽ ആരെന്നു ചിന്തിച്ചു. മുട്ടിയൊട്ടി നടന്നവർ മുട്ടുമടക്കാൻ മടിച്ചു. മുട്ടി വിളിച്ചപ്പോഴൊക്കെ വിടുവിച്ചവൻ. കടലിന്മേൽ നടന്നവൻ പടകിൽ ഉറങ്ങിയവൻ കഠിനമാം വേദനകൾ നീക്കിയെല്ലാവർക്കും. എത്ര കുരുടന്മാർ ചെകിടന്മാർ ഊമന്മാരും എത്ര കുഷ്ഠരോഗികളും സുഖം പ്രാപിച്ചു. വീടുകളിൽ പള്ളികളിൽ പെരുന്നാളിൽ മാത്രമല്ല പട്ടണങ്ങൾ ഗ്രാമങ്ങളും സന്ദർശിച്ചവൻ. നിറമില്ല, രുചിയില്ല, മണമില്ല, കൃതിയില്ല, വിലയും ഇല്ലെന്ന വെള്ളം വീഞ്ഞായി മാറ്റി. പനിയുള്ളവളെ യേശു കരം തൊട്ട ക്ഷണം തന്നിൽ പനി വിട്ടിട്ടവർക്കവൾ ശുശ്രൂഷ ചെയ്തു. 4 പേർ ചുമന്നെത്തിച്ച പക്ഷവാതക്കാരനെയും ചേലോടെ കിടക്കയെടുപ്പിച്ചയച്ചവൻ. വചനങ്ങൾ കേട്ടിരുന്നു വിശപ്പിനെ മറന്നോർക്കു വചനത്തിൻ വക വാഴ്ത്തി നൽകിയവൻ താൻ. പന്തിയായിട്ടിരുന്നോർക്കു പന്തി ഭോജനത്തെ നൽകി ചന്തമായി 5000 പോഷിപ്പിച്ചവൻ. അക്കരയ്ക്കു പുറപ്പെട്ട പടകലകൾ കടന്ന് അക്കരയെത്തിയതത്ര ഭദ്രതരമായി. കർത്തനേശു കൽപ്പിച്ചപ്പോൾ കാറ്റടങ്ങി, കടൽ ശാന്തം. കർത്തൻ വാക്കിൻ കരുത്തവർ തിരിച്ചറിഞ്ഞു. തൻ്റെ ദാസൻ സുഖം നേടാൻ യേശുവിങ്കൽ ആളയച്ച ശതാധിപൻ്റെ വിശ്വാസം മാനിച്ചു കർത്തൻ. പ്രയാസപ്പെടേണ്ടതില്ല, ഒരു വാക്കു കൽപ്പിച്ചാലൻ പ്രിയദാസൻ സുഖം നേടാതിരിക്കയില്ല എന്നു ചൊന്ന വാക്കു കേട്ടങ്ങനുഗമിച്ചവരെ താൻ ഒന്നു തിരിഞ്ഞാശ്ചര്യത്താൽ നോക്കിയ ശേഷം, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം കാണാൻ പ്രയാസമത്രേ എന്നു ചൊല്ലി വല്ലഭൻ യേശു. വൈദ്യന്മാരാലേറിയൊന്നു സഹിച്ചങ്ങു മടുത്തൊരു ധനമെല്ലാം കളഞ്ഞുള്ള രോഗിണി വന്നു. യേശുവിൻ വസ്ത്രത്തിൻ തൊങ്ങൽ വിശ്വാസത്തിൽ തൊട്ടതിനാൽ ആശു തന്നെ രക്തവാർച്ച നീങ്ങി സ്വസ്ഥയായി. കണ്ണുനീരാൽ കാൽ നനച്ചു മുടി കൊണ്ടു തുടച്ചോളാം പെൺമണിയെ പരിശുദ്ധയാക്കി ദേവേശൻ. ഉച്ചനേരം ജലത്തിനായി കിണറ്റിങ്കൽ വന്നവളെ മെച്ചമാം ജീവജലത്തിൻ സാക്ഷിയാക്കി താൻ. 18 വത്സരമായി കുനിയായിരുന്നവളെ ശബത്തിൽ ദൈവാലയത്തിൽ സുഖപ്പെടുത്തി. മറ്റൊരു ശബത്തിൽ യേശു വരണ്ട കൈയുള്ളവനെ നടുവിൽ നിർത്തി കരം നീളുമാറാക്കി. മരിച്ചിട്ടു 4 നാളു കഴിഞ്ഞ ലാസറെ പുതുനരനായി കല്ലറയിൽ നിന്നുയർപ്പിച്ചു.
അടക്കാനായി കൊണ്ടുപോകും ജഡത്തിനങ്ങെതിരെ ചെന്നടുത്തെത്തി മഞ്ചം തൊട്ടവനെ ഉണർത്തി. കരയും വിധവയാകും മാതാവിനവനെ നൽകി മരണത്തിൻ വിഷമുള്ളങ്ങൊടിച്ചടക്കി. ഫലമില്ലാതിലെയുള്ളോരത്തിയെ ശപിച്ചതിനാൽ മരം വേരോടുണങ്ങിപ്പോയതും കണ്ടവർ. ഭൂതഗ്രസ്തർ ശവക്കല്ലറകൾ തന്നിൽ പാർത്തവരെ ഭൂതബാധ ഒഴിച്ചവൻ സ്വതന്ത്രരാക്കി. വിട്ടുപോയെന്നറിയിക്കാൻ ഒഴിഞ്ഞ ഭൂതങ്ങൾ പന്നിക്കൂട്ടമേറി കാടുംതൂക്കിൽ കടലിൽ ചാടി. ഇതുവിധം അനവധി കഥിക്കുവാനുണ്ടവയങ്ങൊതുങ്ങുമോ എഴുതിയാൽ ഉലകം തന്നിൽ. ഇതുമതി പുതുഗതി ഉതകാൻ മർത്യകുലത്തിൻ അതുമതി മതി മക്കൾ സ്തുതിച്ചിടുവിൻ. ഇതുവിധം അനവധി കഥിക്കുവാൻ ഉണ്ടവയങ്ങൊതുങ്ങുമോ എഴുതിയാൽ ഉലകം തന്നിൽ. ഇതുമതി പുതുഗതി ഉതകാൻ മർത്യകുലത്തിനതുമതി മതി മക്കൾ സ്തുതിച്ചിടുവിൻ. ശിഷ്യരിന്നു വേറെയല്ല നമ്മൾ തന്നെ ക്രിസ്തു ശിഷ്യർ. വേഷഭക്തി വെടിഞ്ഞു നൽ ശിഷ്യരായിടാം. ഇത്രമാത്രം ചെയ്തവയാൽ എത്ര നന്മ വന്നു എങ്കിൽ എത്രമാത്രം പുകഴ്ത്തേണം കർത്തനെ നമ്മൾ. ഇത്രമാത്രം ചെയ്തവയാൽ എത്ര നന്മ വന്നു എങ്കിൽ എത്രമാത്രം പുകഴ്ത്തേണം കർത്തനെ നമ്മൾ. യോനാ പ്രവാചകൻ. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു ഗ്രന്ഥഭാഗമാണ് യോന. യോന ഒരു പ്രവാചകനായിരുന്നു. യോനായെ ദൈവം നിയോഗിച്ച് നിനവയിലേക്ക് അയച്ചു. അതിനു മുമ്പായി വഴിതെറ്റി വേർവഴിയായി അദ്ദേഹം തർശീസിലേക്കൊക്കെ പോയെങ്കിലും ദൈവത്തിൻ്റെ നിയോഗപ്രകാരം നിനവയിൽ തന്നെ വന്ന് മാനസാന്തരപ്പെടണമെന്ന് ജനത്തോട് പ്രസംഗിച്ചു. അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ശിക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ തീരുമാനം മാറ്റി നിനവേ ജനതയെ രക്ഷിച്ചു. അതാണ് ഈ കവിതയിലെ പ്രതിപാദ്യ വിഷയം. യോനായ്ക്കരുളപ്പാടുണ്ടായി, യോനാ ദൈവ നിയോഗമറിഞ്ഞു. നിനവേ ചെന്നു പ്രസംഗിക്കണം, നിനവേക്കാരുമനം തിരിയണം. യോനാ യാഫോവെത്തി തർശീശ് യാനം തന്നിൽ കൂലി കൊടുത്ത് യാഹിൻ സന്നിധിയിൽ നിന്നോടി സഹയാത്രക്കാരോടുമകന്നു. കപ്പലടിത്തട്ടെത്തി ഉറങ്ങി, അപ്പോൾ പെരിയൊരു കാറ്റുണ്ടായി. കപ്പൽ ഭാരമൊഴിപ്പാൻ അതിലെ കോപ്പുചരക്കുകളൊക്കെ എറിഞ്ഞു. എല്ലാരും ദൈവത്തെ വിളിക്കും വല്ലാതുള്ളൊരു നേരത്തിപ്പോൾ. തെല്ലൊരു ക്ലേശവുമേശാതെ നീ അല്ലാതാരി നേരമുറങ്ങും. ചീട്ടിടുവാൻ അവരാലോചിച്ചു, ചീട്ടിട്ടത് യോനയ്ക്കും വീണു. നിൻ തൊഴിലെന്ത്, എവിടുന്നുള്ളോൻ, നിന്നാടേത്, ജാതിയുമേത്? ആരു നിമിത്തം ഇത്രയനർത്ഥം പറയുക വേണം ഞങ്ങളോടിപ്പോൾ? ഉറക്കമുണർന്നൊരു യോനായോടോ തെരുതെരയങ്ങനെ ചോദ്യമുയർന്നു. ഞാൻ എബ്രായൻ, കടലും കരയും നിർമ്മിച്ചവനെ ഭജിച്ചു വരുന്നു. എന്നെ കടലിലെറിഞ്ഞെന്നാകിൽ കടലും കാറ്റുമടങ്ങിക്കൊള്ളും. കടലിൽ സഹയാത്രികനെ തള്ളി, നാടതിലെവിടിത് കേട്ടിട്ടുള്ളൂ. ഉടനെ കടലിൻ കോപമടങ്ങി, കടലാനായോനായ വിഴുങ്ങി. 3 ദിനങ്ങൾ മീനുദരത്തിൽ യോനായാഹിനെ നൊന്തു വിളിച്ചു.
യാഹിൻ കൽപ്പന പോലാ മത്സ്യം യോനായെ കരയിൽ ഛർദിച്ചു. പുനരരുളപ്പാടുണ്ടായി. അങ്ങനെ യോനാ നിനവയിലെത്തുകയായി. 40 ദിവസം പിന്നിട്ടെന്നാൽ നിനവെ ഉന്മൂലനമായിടും. അത് കേട്ടുള്ള നിനവെ ജനത രാജാവും മൃഗജാലമതും ഉപവാസത്തിലിരുന്നു കരഞ്ഞു കഠിനതരത്തിൽ 3 ദിനങ്ങൾ. നിനവേക്കാരോട് മനസ്സലിവായി നിനവിലിരുന്നൊരു കോപം മാറ്റി. നിനവേക്കാരുടെ മനസ്സിൻ മാറ്റം പെരുമാറ്റത്തിൽ ദൈവമറിഞ്ഞു. യോനയ്ക്കോ അതു ഹിതമല്ലാതായി. മരണമെനിക്കിതിനേക്കാൾ ഭേദം. നഗരത്തിനു പുറത്തു കിഴക്കായി കുടിലുണ്ടാക്കി അതിൽ പാർക്കുകയായി. നിനവേക്കിനിയും എന്തു ഭവിക്കും? യോനാ നോക്കിയിരിക്കുകയായി. തണലായി പൊങ്ങിയ രാവണക്കും പുഴുവതു കുത്തി വാടിപ്പോയി. യോനാ വീണ്ടും കോപിച്ചപ്പോൾ ദൈവം യോനയോടിങ്ങനെ ചൊന്നു, നീ കോപിപ്പതു വിഹിതമതാണോ? ചെടിവാടിയതിൽ പരിഭവമാണോ? ഇരുകരഭേദമതറിയാതുള്ള 1,20,000 നിനവേ ജനതയോടും മൃഗമോടും എനിക്കയ്യോ ഭാവം തോന്നരുതെന്നോ? നിനവേ ജനമൃഗഗണമോടും എനിക്കയ്യോ ഭാവം തോന്നരുതെന്നോ? നിസ്തുല്യനാം ക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെ വിവരിക്കുന്ന ഒരു കവിത ആണ് ഇവിടെ ഇപ്പോൾ ആലാപനം ചെയ്യുന്നത്. സ്വർഗോന്നതികൾ ഉപേക്ഷിച്ചിക്ഷിതി രക്ഷകനേശുപരൻ സ്വർഗം വിട്ടിത്തരയിൽ നരനായി അവതാരം ചെയ്തോൻ. സ്വർഗപിതാവിൻ തിരുഹിതമതു നിറവേറ്റി ദൈവസുതൻ സ്വർഗീയന്മാരാക്കി നരരെ കുരിശിലെ മരണത്താൽ. ഏദൻ പൂങ്കാവനിയിൽ നിന്നും നിഷ്കാസിതരായ ആദം സുതരെ പുനരതിലവകാശികളായി തീർക്കുന്നോൻ. ഭീതിയിലെന്നും മർത്യകുലത്തെ ബന്ധിതരാക്കിയതാം സാത്താൻ നരകം മരണത്തെയും ബന്ധിതരാക്കിയവൻ. ഞാനാകുന്നു ജീവനപ്പം, ഞാൻ നല്ലിടയനുമാം. വാതിൽ ഞാനേ, വഴിയും സത്യം ജീവനുമാകുന്നു. ലോകത്തിനു വെളിച്ചം പുനരുത്ഥാനവുമാകുന്നു. ലോകർക്കരുളി തിരുവായ് മൊഴിയാം പൂജിത വചനങ്ങൾ. ബഹുതര ദുരിത നിവാരണനാം പരമേശൻ സന്നിധിയിൽ ബഹുവിധ ബാധാവ്യാധികളാൽ ശരണാർത്ഥരണഞ്ഞപ്പോൾ സ്നേഹത്തോടാ വിഹ്വലമാനസരാം നരരെ ചേർത്ത് മോഹാതുരരാം അവരെ തിരികെ പുരുമോദിതരാക്കി. കാനാവിൽ കല്യാണത്തിനായി എത്തിയ ഭവനത്തിൽ കരുതിയ വീഞ്ഞോ തീർന്നതിനാൽ തീർന്ന ആ വീട്ടിൻ മോദം. കരുതൽ രഹിതം പരിസരമതിലവശേഷിത കൽപ്പാത്രം 6 നിറച്ചും കോരിയ വെള്ളം വീഞ്ഞാക്കി തീർത്തോൻ. 5000 അതിലേറെ വരുന്നൊരു പുരുഷാരത്തെ 5 അപ്പത്താൽ അതിശയകരമായി പോഷിപ്പിച്ചീശൻ. തിരുവായി അരുളിയ കരുണാവചനം വരുവിൻ മലനിരയിൽ. പരമാം കരുതലൊടിരവും പകലും കാതോർത്തോർക്കായി. വരണ്ട വലങ്കരമുള്ളൊരുവനെ ആലയമധ്യത്തിൽ കരുണാമയനോ കണ്ടുടനെ അവനെ എഴുന്നേൽപ്പിച്ചു. കുറുതായിത്തീർന്ന കരത്തെ അപരകരത്തിനു സമമാക്കി. വരളരുത് കുറുതാകരുത് കരമെന്നു പഠിപ്പിച്ചോൻ. അന്ധനിരിക്കും ഇരക്കും പാതയിലാഗതനായി നാഥൻ. അന്ധത നീക്കി വെളിച്ചത്തിൻ പുതുകാഴ്ചയതേകിയവൻ. ബന്ധനമുക്തൻ ബർത്തിയുമായി യാചകനല്ലിനിമേൽ
ബന്ധുരബന്ധാവതിലൊരു പഥികൻ അന്ധനുമല്ലിനിമേൽ. ജലവും വളവും അതേറെയെടുത്തു വളർന്നോരത്തിമരം, ഇലയല്ലാതൊരു വകയില്ലാതാ വഴിയരികിൽ കണ്ടു. ഫലമില്ലതിനോ കാഴ്ചയിൽ മാത്രം മെച്ചമിരുന്നതിനാൽ, ഇല്ലൊരു നിലനിൽപ്പിനിമേലെന്നൊരു പാഠം നൽകിയവൻ. മൃതനാം മകനെ അടക്കം ചെയ്യാൻ പോവോർ കൂട്ടത്തിൽ, മാതാവ് അതിദുഃഖത്തോടനുഗമനം ചെയ്വതു കണ്ടു. എതിരെ വരുമാ ഗുരുവരനേശു ശവമഞ്ചം തൊട്ടു, സുതനുയിരേകി ഉയർപ്പിച്ച മാതാവിനേൽപ്പിച്ചാൻ. ഒരു നാൾ ഗലീലക്കടലിൽ പടകിൽ യാനം ചെയ്യുമ്പോൾ, പെരുതാം കാറ്റിലുലഞ്ഞു വലഞ്ഞ ശിഷ്യർ പതറുമ്പോൾ, പരമോന്നതനാ കാറ്റിനെയും കടലിനെയും ശാസിച്ചു. തിരയും കാറ്റുമടങ്ങി ഇവനാർ എന്നവർ ചോദിച്ചു. ഗന്നസരത്തിനക്കരെയുള്ള ഗരസേന്യ നാട്ടിൽ, അന്നാ നാളിൽ കരുണാമയനോ പടകതിലവിടെത്തി. വന്നെതിർപ്പെട്ടു ലഗ്യോൻ ഭൂതാവേശിതനായുള്ളോൻ, തന്നെ ഹനിപ്പവനെ നന്നേ സുഖമാക്കിയവൻ. വേദനയേറെയുമേറ്റു തളർന്നൊരു രക്തസ്രവക്കാരി, വൈദ്യന്മാരാലേറെ സഹിച്ചു വലഞ്ഞൊരു നിലയെത്തി. മേദിനിനാഥൻ വസനാഗ്രം വിശ്വാസത്താൽ തൊട്ടു, ബാധയൊഴിഞ്ഞവൾ സ്വസ്ഥത നേടാൻ ശക്തി പകർന്നതവൻ. ബേഥാന്യയിലൊരു ഭവനെ ലാസറോടൊപ്പം സഹോദരിമാർ, നാഥൻ വരുമൊരു നേരം തോറും സ്ഥാനമൊരുക്കിയവർ. ദീനം വന്നിട്ടൊരു നാൾ ലാസർ മരണമടഞ്ഞപ്പോൾ, ദിനമൊരു നാളിൽ കല്ലറയെത്തി അവനെ ഉയർപ്പിച്ചോൻ. എങ്ങനെയുള്ളവനാണീ യേശു എന്നറിയുന്നതിനായി, എങ്ങനെയോ കാട്ടത്തിയിലേറി കുറിയവനാം സക്കായി. അങ്ങോട്ടത്തരുവിൻ കീഴെത്തി വിളിച്ചു ദേവേശൻ, തങ്ങാൻ അവനോട് കൂടെ ഗമിച്ചാൻ അന്നാരാവിങ്കൽ. അരികിലണഞ്ഞോരൂമർ കുരുടർ ചെകിടർ രോഗികളും, കരുണേശൻ തിരുവധരം ചൊരിയും മധുരിമ വചനത്താൽ. പാരാവാര തിരയതിലമരാതെ കരചേരുന്ന, ഉരുവതു തരമായി പരനാം ഗുരുവിൻ അരികിൽ ചേരുന്നു. അരികിലണഞ്ഞോരൂമർ കുരുടർ ചെകിടർ രോഗികളും, കരുണേശൻ തിരുവധരം ചൊരിയും മധുരിമ വചനത്താൽ. പാരാവാര തിരയതിലമരാതെ കരചേരുന്ന, ഉരുവതു തരമായി പരനാം ഗുരുവിൻ അരികിൽ ചേരുന്നു. കവിതാരാമത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം.